ശാന്തി. സെക്കൻഡിൽ അന്തർമുഖിയായി ഞാൻ ദേഹബോധത്തെ മറക്കുന്നു. ദേഹാഭിമാനത്തിൽ നിന്നും ദൂരെയായി ദേഹി അഭിമാനിയാകുന്നു. ഞാൻ ആത്മാവാണ്. എൻ്റെ സ്വഭാവത്തിൽ ഞാൻ സ്ഥിതമാകുന്നു. ദേഹബോധം സമാപ്തമാക്കുന്നു. ഇപ്പോൾ സ്വയം തനിക്ക് ഉയർന്ന സമ്മാനം നൽകുന്നു. ഞാൻ ഉയർന്നതിലും ഉയർന്ന ബ്രാഹ്മണ ആത്മാവാണ്. വിശ്വത്തിൻ്റെ അധികാരിയാക്കാനുള്ള ശ്രേഷ്ഠാത്മാവാണ്. ബുദ്ധിയിൽ വർത്തമാനത്തിൻ്റെയും ഭവിഷ്യത്തിൻ്റെയും സമാനത്തിൻ്റെ സ്മൃതിയിൽ ദേഹബോധം സമാപ്തമാക്കുന്നു. സമാനത്തിലിരിക്കുമ്പോൾ സ്വതവേ മാനം ലഭിക്കുന്നു. പൂർണ്ണ വിശ്വം ആദരവ് നൽകുന്നു. സമാനത്തിലിരിക്കുമ്പോൾ സർവപ്രാപ്തികളും ഉണ്ടാകുന്നു. സ്വയം വീണ്ടും ഞാൻ സമ്മാനം നൽകുകയാണ്. ഞാൻ ശിവശക്തിയാണ്. മാസ്റ്റർ സർവശക്തിവാനാണ്. ഏതുപോലെ സങ്കല്പം അതേ സ്ഥിതിയും ഉണ്ടാകുന്നു. എൻ്റെ സമാനത്തിൽ സ്ഥിതി ചെയ്ത് സർവശക്തിവാൻ ശിവബാബയോട് യോഗം വെച്ച് ഞാൻ സർവശക്തികളുടെയും അനുഭവം ചെയ്യുന്നു. മാസ്റ്റർ ഓൾമൈറ്റി അതോറിറ്റിയായി നിർബല ആത്മാക്കൾക്ക് എൻ്റെ ശക്തികളിലൂടെ മനസാ സഹയോഗം നൽകുന്നു. ഇപ്പോൾ സെക്കൻഡിൽ അശരീരിയുടെ അനുഭവം ചെയ്യുന്നു. ഞാൻ ഈ ശരീരത്തിൽ നിന്നും വേറിട്ട അശരീരി ആത്മാവാണ്. ഒരു സെക്കൻഡിൽ ശരീരത്തിൻ്റെ ആധാരമെടുക്കുന്നു, പിന്നെ അശരീരിയാകുന്നു. കർമ്മം ചെയ്തുകൊണ്ടും അനുഭവം ചെയ്യുന്നു. ശരീരത്തിൽ നിന്നും വേറിടുന്നു. ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും വേറിട്ട അവസ്ഥ അനുഭവം ചെയ്യുന്നു. ശരീരത്തിൻ്റെ ലോകത്തിൽ നിന്നും പൂർണ്ണമായും ഡിറ്റാച്ച് ആകുന്നു. നടക്കുമ്പോഴും കറങ്ങുമ്പോഴും ഈ വേറിട്ട സ്ഥിതിയിൽ സ്ഥിതമാകുന്നു. സർവർക്കും എൻ്റെ ഫരിസ്ത സ്വരൂപത്തിൻ്റെ സാക്ഷാത്കാരമുണ്ടാകുന്നു. ഞാൻ സത്യമായ ഹൃദയത്തോടെ ബാബയുടെയും പരിവാരത്തിൻ്റെയും സ്നേഹിയാകുന്നു. എല്ലാ പരിശ്രമത്തിൽ നിന്നും മുക്തമാകുന്നതിൻ്റെ പ്രതിജ്ഞ ചെയ്യുന്നു. ബാപ്പദാദ സ്വരാജ്യ അധികാരികളെയും സമാനധാരികളെയും കാണുന്നു. എന്നെ
കാൽക്കൽ വീഴുന്നതിൽ നിന്നും മോചിതനാക്കി ശിരസ്സിലെ കിരീടമാക്കുന്നു. സോമാനധാരികൾ ബാബയുടെ പ്രിയപ്പെട്ടവരാണ്, സർവർക്കും പ്രിയപ്പെട്ടവരാകുന്നു, പരിധിയില്ലാത്ത സ്നേഹികളാകുന്നു. ഞാൻ ബാബയുടേതാണ്, ബാബ എന്റേതാണ്. സോമാനം ദേഹാഭിമാനത്തെ ഇല്ലാതാക്കുന്നു. ഞാൻ സദാ സോമാനത്തിലിരുന്ന് ദേഹാഭിമാനം ഒഴിവാക്കാനുള്ള പുരുഷാർത്ഥം ചെയ്യുന്നു. ദേഹാഭിമാനം ഒഴിവാക്കുന്നതിനുള്ള സഹജമായ സാധനയാണ് സദാ സോമാനത്തിലിരിക്കുക. സദാ ഓരോരുത്തരെയും സമാനത്തോടെ കാണുക. സമാനധാരിയുടെ ദൃഷ്ടിയിലും വൃത്തിയിലും കർമ്മത്തിലും ഓരോരുത്തരുടെ വിശേഷത അടങ്ങിയിരിക്കുന്നു. ഞാൻ സമാനത്തിലിരിക്കുന്നു. ബാബയെ തിരിച്ചറിഞ്ഞു. ഞാൻ ബാബയുടേതായി. ബാബയുടെ സ്നേഹം കാന്തമാണ്. സ്നേഹത്തിലൂടെ ഞാൻ ബാബയുടേതായി. ഹൃദയം കൊണ്ടുള്ള സ്നേഹം ഈ ബ്രാഹ്മണ ജീവിതത്തിൻ്റെ അടിത്തറയാണ്. ഹൃദയപൂർവം സ്നേഹിക്കുന്നവർ ബാപ്പ് ദാദയുടെ ഹൃദയത്തിലെ സ്നേഹികളായവർ തീർച്ചയായും സർവരുടെയും സ്നേഹിയാണ്. സമ്പന്നവും സമ്പൂർണവുമാകുന്നു. ജ്ഞാനിയാകുന്നതിനു ഒപ്പം സ്നേഹിയുമാകണം. സമാനത്തിലിരിക്കണം. ബഹുമാനം കൊടുക്കണം. ഈ ഒരു ജന്മത്തിൽ ബഹുമാനം കൊടുക്കുമ്പോൾ മുഴുവൻ കൽപ്പത്തിലും പ്രാപ്തിയായി ബഹുമാനം കിട്ടുന്നു. ഞാൻ അനുഭവത്തിൻ്റെ മുത്തുകൾ ജ്ഞാനസാഗരത്തിൻ്റെ ആഴങ്ങളിൽ നിന്നും അനുഭവം ചെയ്യുന്നു. ഞാൻ ബാബ സമാനമായി ബാബയുടെ കൂടെ പോകാൻ റെഡിയാകുന്നു. അമൃതവേളയിൽ ബാപ്പ് ദാദ ആഗ്രഹിക്കുന്നു, സഫലമാക്കൂ, സഫലമാകൂ. സങ്കല്പം, വാക്ക്, കർമ്മം, സമയം, എല്ലാ ഖജനാവുകളും ഞാൻ സഫലമാക്കുന്നു. ശുഭഭാവനയോടെ, ശുഭകാമനയോടെ, ശുഭ ബഹുമാനം കൊടുക്കുന്നതിലൂടെ സഫലമാക്കുന്നു. ഞാൻ ആദ്യം കരുണ നിറഞ്ഞവനാകുന്നു, പിന്നെ ശിക്ഷണം നൽകുന്നു. സഫലതാമൂർത്തിയായി എല്ലാം സഫലമാക്കുന്നു. ഡബിൾ ലൈറ്റാകുന്നു. സംസ്കാരത്തെയും സഫലമാക്കുന്നു. എൻ്റെ യഥാർത്ഥമായ ആദി സംസ്കാരം, ദേവതാ സംസ്കാരം, ഇമർജാകുന്നു. തെറ്റായ സംസ്കാരത്തെ സംസ്കരിക്കുന്നു.
ഞാൻ പരിശ്രമത്തിൽ നിന്നും മുക്തമാകുന്നതിൻ്റെ പ്രതിജ്ഞ ചെയ്യുന്നു. ഈ പ്രതിജ്ഞയ്ക്ക് ഞാൻ അടിവരയിടുന്നു. ബാബയുടെ വരദാനമാണ് കമ്പൈൻഡ് സ്വരൂപത്തിൻ്റെ സ്മൃതിയിലൂടെ തെറ്റില്ലാത്തവരാകുന്ന നിരന്തരയോഗിയായി ഭവിക്കട്ടെ. എവിടെയിരുന്നാലും മിലനവും മേളയും നടന്നുകൊണ്ടിരിക്കുന്നു. ബാബയ്ക്ക് അതീവ പ്രിയപ്പെട്ടവരായ തെറ്റുകളില്ലാത്ത കുട്ടികളാണ് നിരന്തരയോഗി. സ്നേഹത്തിൻ്റെ അടയാളമാണ് സ്വതവേയുള്ള ഓർമ്മ. അവരുടെ സങ്കല്പമാകുന്ന നഖം പോലും മായക്ക് ഇളക്കാൻ സാധ്യമല്ല. കാരണം കേൾപ്പിക്കുന്നതിനു പകരം അതിൻ്റെ നിവാരണം ചെയ്യൂ എങ്കിൽ ആശീർവാദങ്ങൾക്ക് അധികാരിയാകുന്നു. ഓം ശാന്തി.